പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ തട്ടിയെടുത്തത് 1000 കോടിയിലേറെ രൂപ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിൽ തട്ടിപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് സംസ്ഥാന വ്യാപക തട്ടിപ്പ്. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കോടികൾ വെട്ടിച്ചത്. തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെയും പരാതി പ്രളയം. അനന്തു കൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപ എത്തി. ഇതിൽ അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രം. കണ്ണൂരിൽ മാത്രം 2000-ലധികം വനിതകളാണ് പരാതിയുമായി എത്തിയത്. 60,000 രൂപ അടച്ചാൽ 1.25 ലക്ഷത്തിന്റെ ഇരുചക്രവാഹനം. ഇതായിരുന്നു വാഗ്ദാനം. 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇതിന്റെ അപ്ഡേഷൻ ചോദിക്കലുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നതിന് നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തയ്യൽ മെഷീൻ കൊടുത്താൽ 7000 രൂപേൻ്റെ തയ്യൽ മെഷീൻ ഒരു 3800 രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴി പ്രൊമോട്ടർമാർ വ്യാപകമായി ആളുകളെ ചേർത്തു. സാമൂഹിക പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. തുടർന്ന് തട്ടിപ്പ്. പ്രോമിസറി നോട്ടിൽ നമുക്ക് തന്നിനായിരുന്നു. അതിപ്പോൾ 6 മാസത്തെ വാല്യൂ അതിനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു കാര്യവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിപ്പം വണ്ടിയും ഇല്ല, പൈസയും ഇല്ലാതൊരവസ്ഥയാണ് ഉള്ളത്. ധാരാളം കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്ന് 1% ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിലങ്ങ് വിശ്വസിച്ചു പോയി. 494 പേരുടെ 3 കോടി രൂപ വെട്ടിച്ചെന്ന പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കണ്ണൂരിലെ ആദ്യ FIR രജിസ്റ്റർ ചെയ്തു. അനന്തു കൃഷ്ണൻ 1-ാം പ്രതിയായ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 7-ാം പ്രതിയാണ്. 700ഓളം പരാതികളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പരാതി പോലീസ് പരിഗണിക്കുന്നില്ലെന്ന് ഒരു വിഭാഗം പരാതിക്കാർ ആരോപിച്ചു. അവർക്ക് ആർക്കും ഇതിൽ നമുക്ക് തൃപ്തരല്ല. നമുക്ക് അനന്തകൃഷ്ണൻ മാത്രം കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പരാതികളാണ് പോലീസിന് മുന്നിലെത്തുന്നത്. സംസ്ഥാനം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ്. വിവിധ ജില്ലകളിലെ 10,000-ങ്ങളിൽ നിന്നായി 1000 കോടിയോളം തട്ടിയെന്നാണ് നിഗമനം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.